ബഹുമാനിക്കുകയും സാറിനെ കൃത്യം 2 മണിക്കുള്ള സാരത്തിൽ ഈ വേദിയിൽ ഒരിക്കൽ കൂടി സാറിനെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ ക്ലാസ് ചെയ്യാറില്ല. ഞാൻ ചോദിച്ചു, ഇപ്പം ജംഗ്ഷനിലാന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുമല്ലോ, ഞാൻ വിചാരിച്ച് ഹാളിലായിരിക്കുന്ന. ഞാൻ ഇതുവരെ പെൻഷനുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സർവീസ് പൂർത്തിയാക്കിയേ പറയാം. എങ്ങനെ സർവീസ് പൂർത്തിയാക്കി? ഞാൻ സർവീസ് ചെയ്ത് പൂർത്തിയാക്കില്ല, കാരണം എനിക്ക് സർവീസ് ഇനി നിങ്ങൾ പറയേണ്ടത് പെൻഷനായിട്ടില്ല, സർവീസ് പൂർത്തിയാക്കി. ഐശ്വര്യത്തോടെ പ്രായമാകാം, അർത്ഥവത്തായി ജീവിക്കാം. എങ്ങനെയുണ്ട് കേട്ടിട്ട്? കൊള്ളാം. എങ്ങനെ ഐശ്വര്യത്തോടെ അർത്ഥവത്തായി ജീവിക്കാം. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ U3A എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിന് അവരുമായിട്ട് 55 വയസ്സ് കഴിഞ്ഞ സർവീസ് പൂർത്തിയാക്കിയവർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. കാരണം രാവിലെ മുതൽ ഇതേക്ക് ഓടി ബസ്സിൽ കയറി ജോലി ചെയ്തു, തിരിച്ചു വന്നു. ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് രോഗികളാകുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഇവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് പ്രവർത്തിക്കുന്നവർക്കൊന്നും അങ്ങനെയുള്ള ഒരു ലക്ഷ്യവും വരില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിന് എങ്ങനെ നന്നായിട്ട് സന്തോഷപ്രദമാക്കാം. അതിൻ്റെ ആറ്റിറ്റ്യൂഡാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഫോർ സക്സസ്. ശരിയായ മനോഭാവമാണ് വിജയത്തിന് ആധാരം. റൈറ്റ്? അപ്പൊ എന്തിനാണ് നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്? ചുമ്മാ പറഞ്ഞു, എന്തിനാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാവും? നമുക്കൊരു മാറ്റം ആവശ്യമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടെങ്കിൽ മാറ്റം ആവശ്യമുണ്ടെന്നേക്കാൾ വെരി ഗുഡ്. നിങ്ങളുടെ കൈ പൊക്ക് കാണുമെന്ന് അറിയാം നിങ്ങളുടെ മനോഭാവം. മനസ്സിലായില്ലേ? കൈ പൊക്കാൻ പറഞ്ഞ ബാക്കി പൊക്കിയത് തന്നെ അത് പറഞ്ഞില്ല, പൊക്കിയേക്കാം. മനസ്സിലായില്ലേ? മാറുന്നേ മാറട്ട് മാറണം എന്നുള്ളത് എങ്ങനെ പൊക്കും? നമ്മുടെ പൊക്കിയ നോക്കട്ടെ. അത്രയൊക്കെ പൊങ്ങത്തുള്ളൂ. ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ നല്ല ന്യൂസായിട്ട് മനസ്സിലായില്ലേ? അത് പറയുമ്പോ കൈ കാണിച്ചിട്ട് ബസ് നിർത്തുന്നുണ്ട്. കാരണം കൈ അല്ലെങ്കിൽ തൊഴിലാളിയാണ് പൊക്കിയാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്യുമ്പോ എങ്ങനെയാണ്? വൃത്തിയായിട്ട് ചെയ്യണം. അപ്പൊ ഒന്നുകൊണ്ടൊന്ന് കൈ വെക്കി നോക്കട്ടെ. ഗുഡ്, താങ്ക് യു. കൈ പോലും നേരെ പൊക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം ഉണ്ടാവോ? മാറ്റം ആവശ്യമുണ്ടല്ലോ. മാറ്റം ആവശ്യമുണ്ട്. മാറ്റം ആവശ്യമാണോ അത്യാവശ്യമാണോ? ആവശ്യം. അത്യാവശ്യം. ഒരാൾക്ക് ആവശ്യം, ഒരാൾക്ക് അത്യാവശ്യം. ഇങ്ങനെ അത്യാവശ്യം നയിക്കണമെന്ന് മാറ്റം അത്യാവശ്യം നയിക്കണം. ഗുഡ്. അപ്പൊ എന്താണ് ഈ ആവശ്യം അത്യാവശ്യം എന്ന് നോക്കാം. എന്താണ് ഈ ആവശ്യം അത്യാവശ്യം വ്യത്യാസം? അത്യാവശ്യം അത്യാവശ്യം വേണമെങ്കിൽ മതി. ആവശ്യത്താൽ കൂടിയതിരിക്കും. എന്താണ് അത്യാവശ്യം ആവശ്യമുള്ള വ്യത്യാസം? മലയാളം ടീച്ചറാ? കുട്ടികളെ കിട്ടുന്നതിന് കാര്യം എന്താ? ആവശ്യം അത്യാവശ്യമുള്ള വ്യത്യാസം. പ്രസിഡന്റ് അവാർഡ് വല്ലതും കിട്ടിയോ? വെരി ഗുഡ്. എന്താ സാറിന്റെ പേര്? അത്യാവശ്യം ഉടനെ വേണം. ആവശ്യമില്ല പതുക്കെ ആയിരുന്നു ആണോ? ഒരു എന്താ പേര്? ലതിക. നമുക്കൊരു മാറ്റം ആവശ്യമുണ്ടല്ലോ. ഉണ്ട്. ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് മാറുന്നതാണോ അല്ലെ ഇന്ന് മാറുന്നതാണോ നല്ലത്? ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് മാറുന്നതാണോ അല്ലെ ഇന്ന് മാറുന്നതാണോ നല്ലത്? അതോ ഇപ്പം മാറുന്നതാണോ നല്ലത്? അപ്പൊ ആവശ്യമാണോ അത്യാവശ്യമാണോ? ലതിക ഒരാ അത്യാവശ്യം പതുക്കെ മാറിയാൽ മതി. വയറ്റുവേദന ഇങ്ങോട്ട് ഓടെ നോക്ക്. ഒരാഴ്ച കഴിഞ്ഞ് മാറണോ ഇപ്പം മാറണോ? വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് മാറുന്നില്ല നല്ലത് ആണല്ലേ? എന്ത് പ്രശ്നവും എത്രയും പെട്ടെന്ന് മാറുന്നതാണ് അല്ലേ? നമുക്ക് ധാരണ മാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ മതി എന്ന് പറയുന്നത്. അപ്പൊ മാറ്റം ആവശ്യമാണോ അത്യാവശ്യമാണോ? ഒരു വാക്ക് മാറുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകുന്ന വ്യത്യാസം. റൈറ്റ്? അപ്പൊ ആവശ്യമാണോ അത്യാവശ്യമാണോ?
വാക്ക് കിട്ടിയില്ല, കൂട്ട് തുറക്കാൻ പറ്റില്ല. ക്ലാസ്സിൽ ക്ലാസ്മേറ്റ് നിർത്ത് പറയും. പറഞ്ഞോ? അതെങ്ങനെ നിങ്ങൾക്ക് ഒരു ഗുണം ചെയ്യുന്നെങ്കിൽ നല്ല ക്ലാസ് എന്ന് പറയുമോ? എന്തു പറയും ക്ലാസ്സിനെ പറ്റി? കൊള്ളത്തില്ല എന്ന് പറയും. അങ്ങനെ പറയുന്നത് എനിക്ക് അതിന്റെ ഉറപ്പാണ്. ക്ലാസ് ക്ലാസ് എല്ലാം കൊള്ളാം. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ജീവിതത്തിൽ കുറെ അറിവായിട്ട് പോകുന്നല്ലാതെ യാതൊരു ഗുണവും. ഈ ക്ലാസ് കൊണ്ട് ഗുണം ചെയ്യണമെങ്കിൽ പൂർണ്ണമായിട്ട് വെച്ചാൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദിസ് ഡേ വിൽ ബി ദ ഫസ്റ്റ് ഡേ ഓഫ് യുവർ ഫ്യൂച്ചർ. നമ്മുടെ ഭാഗ്യത്തിന്റെ തുടക്ക ദിവസം അത്ഭുതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കാൻ ഗ്യാരണ്ടിയിലാണ്. മനസ്സിലായിട്ടേ? കഴിഞ്ഞ ബാങ്കിന്റെ ഫാമിലി ലൈഫ് കുടുംബജീവിതം തൊഴിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. മനസ്സിലാവുന്നത് ഇദ്ദേഹത്തെ ആക്റ്റീവായിട്ട് ഇങ്ങനെ എല്ലായിടത്തും എത്താൻ പറ്റുന്നതുകൊണ്ടാണ്. കുടുംബജീവിതം കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവരുടെ കാര്യങ്ങൾ നോക്കാതെ അറിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പൊ ഇത് നടന്നതും എങ്ങനെ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റണം? ജോലിക്കാരും അങ്ങനെ നോക്കുന്നതാണ് ഇവിടെ പിള്ളേരുടെ സ്വഭാവം വൃത്തികേടായി പോകുന്നത്. മനസ്സിലായില്ലേ? നാട് നന്നാകുന്ന ഭാഗം നമ്മുടെ വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്റെ കൊച്ചുമോനും മക്കളുമായിട്ടാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവരെന്നെ വാർത്തെടുക്കുക. എന്റെ മോനെയും മോളെയും വളർത്തി നശിപ്പിച്ചു. കാരണം എന്നെ അനുഭവമില്ലായിരുന്നു. അനാവശ്യത്തിന് അടി കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ തല്ലാറിയില്ല. ഇതിപ്പോഴും വരാൻ നിർത്തോളം കൊച്ചുമോള് കണ്ണടിയെടുക്കും. വെള്ളറി എന്ന് പറഞ്ഞ് നോക്കിപ്പോയി അവിടെ എടുത്തെറിയുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഗുഡ് ചാത്താക്കി കണ്ടാൽ നമ്മൾ ഒന്നായിട്ട് എടുത്തതെന്ന് പറയും. അപ്പൊ എടുത്തെറിയും. ഫോൺ മേടിച്ചു ഇതാന്ന് പറഞ്ഞാൽ അവിടെ എടുത്തെറിയും. ഞാൻ പറഞ്ഞാ നോക്കിയിട്ട് പറഞ്ഞാൽ തരും. സ്വർണ്ണം അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്കുണ്ടാവും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര വേറെ ലെവലായിരുന്നു. എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. എത്തി നോക്കണ്ട. ആണോ? അങ്ങനെയാണോ കാണുന്നത്? എന്താ എന്റെ ഷേപ്പ്? എന്താ എന്റെ ഷേപ്പ് കാണുന്നത്? തീർച്ചയായിട്ടാണ് കാണുന്നത്. എങ്ങനെ എങ്ങനെ കാണുന്നേ? എങ്ങനെയാണ് നിങ്ങളിപ്പോ കാണുന്നത്? ലൈനായിട്ട് അല്ലേ? എന്താ പറയത്തില്ല മടി. ലൈനായിട്ടല്ലേ കാണുന്നേ? ഗുഡ്. ഇരിക്കും. താങ്ക് യു. ആര് പറഞ്ഞാൽ ശരി? രണ്ടും ശരിയാണ് അല്ലേ? അങ്ങനെ രണ്ടും ശരി കേട്ടോ. എവരിബഡി ഈസ് റൈറ്റിംഗ് ദെയർ ആംഗിൾ. അവരുടെ കാഴ്ചപ്പാട് അവരെന്ന് പറഞ്ഞാൽ ശരിയാ. എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇവിടെ വരാൻ പറഞ്ഞു? നിങ്ങൾ അവിടെ നിന്ന് കാണുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല. തപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ ജീവിതം വേറെ ആംഗിളിലൂടെ കാണാൻ പറ്റിയാൽ നമ്മൾ പെരുമാറാൻ കുട്ടികളെ വഴക്ക് പറയുമ്പോഴും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ജീവിതം പല ആംഗിളിൽ കാണുന്നു. അപ്പൊ മാറ്റം ഞാൻ പറഞ്ഞു അല്ലേ? ഒരു സെക്കൻഡ് സെറ്റില്ലെങ്കിൽ നമുക്ക് താക്കോല് കിട്ടില്ല. അങ്ങനെയാണ് ഇന്നേ വരെ ഏതെങ്കിലും ക്ലാസ് ഗുണം ചെയ്ത് കാണുമോ? ഒരു സെക്കൻഡാണോ ശ്രദ്ധിക്കാതിരിക്കുന്നത്? പ്രധാനപ്പെട്ട കാര്യം പറയും പല്ലി പാറ്റയെ പിടിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്താ പറയുക? ആ ടീച്ചർ പഠിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഇക്വേഷൻ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല. എനിക്ക് ഏറ്റവും വലിയ മൃഗം കൊച്ചോടാ ലതിക. എന്തോ പേര്? ലതിക. ലതിക കാപ്പും കൊണ്ടേ പോകും.